ഓഡിയൻസ് വളരെ ശ്രദ്ധിക്കുക, കൈ പൊന്തിച്ചിട്ട് മാത്രം പറയാം. ഇന്ന് നമ്മുടെ മമ്മൂട്ടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ പക്ഷെ ഞാനൊരു ലാലേട്ടൻ ഫാനാണ്. ലാലേട്ടൻ ഫാൻസില്ല ഇവിടെ. അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് ഡയലോഗാണ് ഞാൻ പറയുന്നത്. ഇതെന്റെ പുത്തൻ റൈബൺ ഗ്ലാസ്, ഇത് അടിച്ചു പൊട്ടിച്ച ചവിട്ടിക്കൊല്ലു. സ്ഫടികം എന്ന സിനിമയിലാണ്. അടുത്ത കൈ പൊന്തിക്കുക, ചോദ്യമല്ല. ഇതിന്റെ ഡയറക്ടർ ആരാണ്? ഡയറക്ടർ ഗസ് ചെയ്യാം. അതിനുമ്പേരം പറഞ്ഞ ഭദ്രൻ. ഒരാളുടെ സമ്മാനമുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഈ ഒരു റൈബൺ ഗ്ലാസ് അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. ലാലേട്ടന്റെ അതിപ്രസിദ്ധമായ ഇതെന്റെ റൈബൺ ഗ്ലാസ് അടിച്ചു പൊട്ടിയാൽ കാല് തന്നെ എടുക്കും. മമ്മൂട്ടി ഫാനായിട്ടുള്ള ഇദ്ദേഹത്തിന് ഗ്ലാസ് ഇടണോ? നമ്മുടെ ലാലേട്ടന്റെ വക കൊടുക്കുന്ന ഒരു സമ്മാനമാണ്. മമ്മൂട്ടി ഫാൻസ് ആണെങ്കിലും ലാലേട്ടനല്ല തലോ പറയുന്നോ മമ്മൂട്ടിനോട്. ഗ്ലാസിന്റെ ആളാ മമ്മൂട്ടി. കൂളിംഗ് ഗ്ലാസിലാണ് അഭിനയിക്കൂടാ. പക മാറിയിരുന്നു ശബ്ദം പോയിട്ടുണ്ട്. മമ്മൂട്ടിയുടെ ഡയലോഗോടെ ഒരു ഫാൻസായിട്ട്. ചതിയൻ ചന്തുവിന്റെ കൊടും ക്രൂരതകളെ പറ്റി നിങ്ങൾക്ക് എന്തറിയാം? ശബ്ദം അതായിരിക്കില്ല, ഡയലോഗ് പറയാം. ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരുക വിളക്കാൻ കൊല്ലന് 16 പൊൻപണം കൊടുത്തവൻ ചന്തു. പിന്നെ അദ്ദേഹത്തിന് വേറെ പക മാറിയിരുന്നോ മനസ്സിൽ? ഇല്ലെന്ന് പറയുന്നതാണ് സത്യം. എൻ്റെ രക്തത്തിൽ, എൻ്റെ ഞരമ്പുകളിൽ 13-ാം വയസ്സ് മുതൽ പടർന്നു കയറിയ ഉന്മാദം. അവളെയാണ് ഞാൻ ഉപേക്ഷിക്കേണ്ടി വന്നത്. മറ്റൊരു ചന്തു അവൾ അർഹിക്കുന്നില്ല എന്നും നല്ലതായിട്ട് നല്ലൊരു കൈ കൊടുക്കുക. അദ്ദേഹം